അച്ഛൻ നിയമസഭകളിൽ നടക്കുന്ന നാടകങ്ങളിലൊക്കെ കൺഫേംഡായിട്ട് അഭിനയിക്കുന്ന ഒരാളായിരുന്നു. അഭിനയം താല്പര്യമുള്ള ആളുമായിരുന്നു. കലയോട് ഭയങ്കര അതീവ താല്പര്യമുണ്ട്. ഞാൻ സംസാരിച്ചിരുന്ന എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ മനസ്സിലായിട്ടുണ്ട്. സിനിമയൊക്കെ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്ന ആളായിരുന്നു. അഭിനയിക്കാൻ താല്പര്യമുള്ള, അഭിനയം, കല, പാട്ട് എനിക്കറിയില്ല എന്ന് പറഞ്ഞു കുറച്ച് മുമ്പ്. അഭിനയിക്കാൻ ഒരു ഓഫേഴ്സ് വല്ലതും വന്നിട്ടുണ്ടോ? ഇപ്പോൾ എല്ലാ പൊളിറ്റീഷ്യൻസിൻ്റെ പുറകിലും സിനിമാക്കാർ ഉണ്ട്, ഏതെങ്കിലും ഒരു വേഷം കൊടുക്കാൻ വേണ്ടിയിട്ട്. അതായത് ഓൾഡർ ജനറേഷനിലുള്ള സിനിമാക്കാരുണ്ട്. അഭിനയിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും നാടകമോ? നാടകങ്ങളിൽ, പിന്നെ ഈ സ്കൂളിലും കോളേജിലൊക്കെയുള്ള ഫംഗ്ഷൻ, സ്കൂളിൽ നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, കോളേജിൽ. പിന്നെ അങ്ങനെ ഓഫേഴ്സൊന്നും ഒരെണ്ണം എങ്ങാണ്ട് വന്നിട്ടുണ്ടെന്നാണ് വളരെ 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 പണ്ട്. ഇതിന് മന്ത്രി ആവുന്നതിന് മുമ്പ്? മന്ത്രിയാവുന്നതിന് മുമ്പ്. മന്ത്രിയായതിനു ശേഷം പിന്നെ ഈ പറഞ്ഞ പോലെ അതിനുള്ള നമുക്ക് അങ്ങനെ ചിന്തിക്കാനുള്ള സമയം ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ നമുക്ക് ഒരു എന്താ പറയുക, ഇപ്പോൾ അങ്ങനെ മൂവീസിൽ പോകാനോ അങ്ങനെയുള്ള ഓഫേഴ്സൊന്നും, ഏതോ ഒരു ഡോക്യുമെൻ്ററി അങ്ങനെ സംതിങ് ആയിരുന്നു, അങ്ങനെ ഒരു അതിൽ ഞാൻ പോയിട്ടില്ല. അഭിനയിക്കാൻ പോയാൽ എന്തായിരിക്കും പ്രതികരണം അവിടെ നിന്ന്? ഇപ്പോൾ അഭിനയിക്കണം, എനിക്ക് ഇപ്പം സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ എസ് ആണ്, പച്ചക്കൊടിയാണോ അതോ? എനിക്ക് വിരോധമൊന്നുമില്ല. ഇല്ല. നമുക്ക് ഏതെങ്കിലും ഒരു പാട്ട്, അതായത് നിങ്ങളെ ഹോണ്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പാട്ടുണ്ടെങ്കിൽ? തേനും മയമ്പും എന്ന് പറഞ്ഞ ഗാനം വളരെ താല്പര്യമായിട്ട് ഞാൻ കേൾക്കുന്ന പാട്ടുകളിലൊന്നാണ്. എൻ്റെ കയ്യിലുണ്ട് ആ പാട്ട്. പിന്നെ സ്റ്റോക്കിലുള്ള പാട്ടാണ്? അതെ, സ്റ്റോക്കിലുള്ള കുറച്ച് പാട്ടുണ്ട്. പാലപ്പൂവേ, ഞാൻ ഗന്ധർവൻ സിനിമയിലെ. ഇതൊക്കെ ഞാൻ കാറിലിരിക്കുമ്പോൾ കേൾക്കുന്ന പാട്ടുകളിലാണ്. തേനും മയമ്പും നല്ല സൂപ്പർ സോങ്. അത് രവീന്ദ്ര മാഷാണ് എൻ്റെ മ്യൂസിക്. അതെ, രവീന്ദ്ര മാഷ് മ്യൂസിക്. നമുക്ക് ആ പാട്ട് കേൾക്കാം, തേനും മയമ്പും. തേനും വയമ്പും നാവിൽ തൂവും വാനം പാടി, തേനും വയമ്പും നാവിൽ തൂവും വാനം പാടി, രാഗം ശ്രീരാഗം പാടും നീ. തേനും വയമ്പും നാവിൽ തൂവും വാനം പാടി. മാനത്തെ ശിങ്കാരത്തോപ്പിൽ ഒരു ഞാലിപ്പൂവൻ പഴത്തോട്ടം, മാനത്തെ ശിങ്കാരത്തോപ്പിൽ ഒരു ഞാലിപ്പൂവൻ പഴത്തോട്ടം. മനോഹരമായ പാട്ടായിരുന്നു തേനും മയമ്പും. ഇഷ്ടപ്പെട്ട ഗായിക അല്ലെങ്കിൽ അങ്ങനെ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഫേവറേറ്റ് പാട്ടുകളിൽ ഒരു ഉണ്ടാവുമല്ലോ, നമ്മളൊരു 10 ഉള്ളതിൽ ഒരു അങ്ങനെ ഏതെങ്കിലും പാട്ടുകൾ ഇഷ്ടപ്പെട്ട ഗായിക ആരാണ്? ഇഷ്ടപ്പെട്ട ഗായിക ചിത്ര ചേച്ചി തന്നെ. നോ ഡൗട്ട്, അത് ശരിയാണ്. മലയാളത്തിൻ്റെ വാനമ്പാടി എന്ന് പറയാം. ഏത് പാട്ടാണ് ചിത്ര ചേച്ചിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട്? ഒരുപാട് പാട്ടുകൾ ഇഷ്ടമാണ്. അതിൽ ഞാൻ ഗന്ധർവനിലെ പാലപ്പൂവേ, അതെനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ഗാനമാണ്. പത്മരാജൻ സാറിൻ്റെ. കണ്ടിട്ടുണ്ടോ ഫിലിം? നല്ലൊരു മൂവി, മിത്തും റിയൽ ലൈഫായിട്ടുള്ള ഒരു റിലേഷൻ. അത് ഭയങ്കര ഒരു പരീക്ഷണമായിരുന്നു. ഉദ്ദേശിച്ച രീതിയിൽ ആ പടം എനിക്ക് തോന്നുന്നു അത്രയും വിജയിച്ചില്ല അന്നത്തെ കാലഘട്ടത്തിൽ. ഞാൻ ഗന്ധർവൻ. പക്ഷെ പാട്ടുകളൊക്കെ സൂപ്പർ ഹിറ്റാണ്. വളരെ പഴയ മൂവിയാണല്ലോ അത്. പക്ഷെ അത് വ്യത്യസ്തമായ കഥയായതുകൊണ്ട്, അതെ വെറൈറ്റി സ്റ്റോറിയായിരുന്നു. എപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു കഥയാണല്ലോ. അതും പ്രണയം, അതും ഗന്ധർവനെ പ്രണയിക്കാൻ പറയുന്നത് പുതിയൊരു കോൺസെപ്റ്റ്. നമുക്ക് ആ പാട്ട് കേൾക്കാം, തീർച്ചയായിട്ടും കേൾക്കാം.
മുത്തിനുള്ളിലൊതുങ്ങും പൂമാരൻ കന്നിക്കൈകളിലേകി നവലോകങ്ങൾ. മുത്തിനുള്ളിലൊതുങ്ങും പൂമാരൻ കന്നിക്കൈകളിലേകി നവലോകങ്ങൾ. ആയിരം സിരകളുണർന്ന് വിലാസഭാവമ വിരഹിണി വിധുവാ ഞാനൊഴുകുമ്പോൾ താരിളകുമ്പോൾ, ഞാനൊഴുകുമ്പോൾ താരിളകുമ്പോൾ രാവിലുണർന്ന വിലോലതയിൽ ഗാന്ധർവവേളയാ. പാലപ്പൂവേ നിൻ തിരുമംഗല്യത്താലി തരൂ മകരനിലാവേ നീ എൻ വിഹാരക്കോടി തരൂ. കാണാതെ നിന്നിഴലായി മറയും മന്മഥനെന്നുള്ളിൽ കൊടിയേറിയ ചന്ദ്രോത്സവമായി. പാലപ്പൂവേ നിൻ തിരുമംഗല്യത്താലി തരൂ മകരനിലാവേ നീ എൻ വിഹാരക്കോടി തരൂ. സെലിബ്രേഷൻസ് ഒക്കെ എങ്ങനെയാണ്? നാട്ടിൽ പിറവത്ത് പോകാറുണ്ടോ അതോ ഇവിടെയാണോ? എല്ലാവരും കൂടെ ഒന്നിച്ചു കൂടുവോ? സഹോദരി അമ്പിളിയൊക്കെ വരാറുണ്ടോ, കാണാറുണ്ടോ? ക്രിസ്മസ് ആകുമ്പം എല്ലാവരും ഒരു ഫാമിലി ഗെറ്റ് ടുഗെദർ. ഓണം, ക്രിസ്മസ്. എവിടെയാണ്? ഏത് സ്ഥലം? ട്രിവാൻഡ്രത്താണോ? ഇപ്പോൾ കഴിഞ്ഞ ക്രിസ്മസ് ഞങ്ങളൊരു യാത്ര പോയിരുന്നു. ഞങ്ങൾ പിള്ളേരൊക്കെ ആയിട്ട് ഞാൻ രാജസ്ഥാനിലൊന്ന് പോയിരുന്നു കഴിഞ്ഞ ക്രിസ്മസിന്. അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോവും. പിന്നെ ഈ യാത്രകൾ ഇപ്പം വളരെ കുറവാണ്, പ്രത്യേകിച്ച് അവധികൾ. കാരണം അവധിയാകുമ്പം എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിന് കുറച്ചുകൂടെ ചുമതല കൂടുതലാണ്, പ്രത്യേകിച്ച് ഓണം. ആദ്യമായി അനൂപ്ജി വാങ്ങിച്ചു തന്ന സമ്മാനം? വാച്ച്. ആദ്യമായിട്ട് ഇവിടെ വാങ്ങിച്ചു കൊടുത്തു? എനിക്കോ? തന്ന സമ്മാനം ഏതെങ്കിലും കാർഡായിരിക്കണം. ഇതൊന്നും ഓർക്കാൻ സമയമില്ല. ഇനി വീട്ടിൽ ചെന്നിട്ട് ഇതിൻ്റെ അല്ല, കാർഡ്സ് ഞങ്ങൾ കൈമാറുമായിരുന്നു. അതാണ് ആദ്യത്തെ സമ്മാനം ആണോ? കാർഡാണ്. അതെ അതെ. കാർഡല്ലാതെ ഒരു മെറ്റീരിയലായിട്ട് കൊടുത്ത എന്താണ് സമ്മാനം ആദ്യമായിട്ട് കൊടുത്തത്? പറയുമെന്ന് നോക്കട്ടെ. അതെ. എനിക്ക് തോന്നുന്നത് ചോക്ലേറ്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഷർട്ടായിരിക്കാം, അതല്ലെങ്കിൽ പേനയായിരിക്കാം. എല്ലാം പറഞ്ഞു. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്താണ്. എന്താണ് ശരിക്കും? പേഴ്സ് അവിടുത്തെ പേഴ്സ്. അത് മാത്രം വിട്ടുപോയി. ആ പേഴ്സിൻ്റെ ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താണ്? ഊണ്, ചോറ്. ചോറും കറികളും. നല്ല ഊണ് കിട്ടിയ ഏറ്റവും സംതൃപ്തി. ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം? ഞാൻ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങൾ വളരെ പ്രകൃതി രമണീയമാണെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ആലപ്പുഴയെ കാണുന്നൊരു ഭംഗി അവിടെയും കാണാൻ പറ്റത്തില്ല. ഇപ്പോൾ നമ്മൾ കുമരകത്തോ ആലപ്പുഴയൊക്കെ പോകും, അവിടുത്തെ ഉള്ള ബാക്ക് വാട്ടേഴ്സിൻ്റെ ഭംഗി അവിടെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ വിദേശ രാജ്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ സ്വിറ്റ്സർലൻഡ് വളരെ ഭംഗിയുള്ളൊരു നാടായിട്ട് തോന്നിയിട്ടുള്ളതല്ല, സത്യമാണ്. നമ്മൾ വായിച്ചതിൽ ഏറ്റവും നമ്മൾ കൈമുതലായിട്ട് വെച്ചിരിക്കുന്ന പുസ്തകം? എൻ്റെ പിതാവ് എഴുതിയ അദ്ദേഹത്തിൻ്റെ ചൈന പര്യടനം എന്നെ വളരെയേറെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു പുസ്തകമാണ്. അദ്ദേഹത്തിൻ്റെ ചൈന പര്യടനം? അദ്ദേഹം തന്നെ എൻ്റെ ചൈന പര്യടനം ഞാൻ ഒരു ആവർത്തിയല്ല, പല ആവർത്തി വായിച്ചിട്ടുള്ള പുസ്തകമാണ്. അതിനുശേഷം വീണ്ടും ചൈനയിൽ പോകണമെന്നും അത് മാറിയ ചൈന എഴുതണമെന്നും അദ്ദേഹം വളരെയേറെ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു ഞാൻ ഓർക്കുന്നുണ്ട്. മാരിയൻസ് കോളേജിൽ ഒരിക്കൽ കൂടി പോവേണ്ടി വന്നാൽ അവിടെ വരുത്താൻ ഇഷ്ടപ്പെടുന്ന ഒരു മാറ്റം? ഞാൻ ഇന്നാൾ പോയായിരുന്നു അവിടെ ഒരു മാറ്റം വരുത്തണമെന്ന് വന്നു കഴിഞ്ഞാൽ എന്ത് മാറ്റമായിരിക്കും വരുത്തുന്നത് അവിടെ? അവിടെ ഞാൻ ഇന്നാൾ പോയപ്പോൾ അവിടെ ക്യാമ്പസ് കൂടുതൽ കെട്ടിടങ്ങളാൽ നിബിഡമായി തുടങ്ങി. ആ പഴയ ഒരു ഇതില്ലല്ലേ? നിങ്ങളൊക്കെ ഇരിക്കുന്ന ഒരു കോർണറൊക്കെ കാണുമല്ലോ, അവിടെ അങ്ങനെ വല്ല കോർണറും ഉണ്ടോ? അപ്പോൾ ഇപ്പോഴും കാണണം. പക്ഷേ കെട്ടിടങ്ങളുടെ ബാഹുല്യം അവിടെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ശരിക്കും മാറ്റമാണല്ലോ, ഇപ്പോൾ സ്വാഭാവികമായിട്ടും മാറ്റം വരും. ഞാൻ പഴയ കാലത്ത് നിൽക്കുന്നവരല്ലോ, ഇപ്പോൾ മാറ്റങ്ങൾ വരുന്നു, അതിനനുസരിച്ചുള്ള ഡെവലപ്മെൻറ്റ്സ് വരുന്നു, ആ രീതിയിൽ അതിനെ കണക്കാക്കുക, അത്ര തന്നെ. ഇപ്പം നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നെങ്കിൽ എന്ന് തോന്നുന്ന ഒരു കാലഘട്ടം ഇതാണ്. ഫോർ എക്സാമ്പിൾ ഇത് തന്നെയാണ്. അല്ല, അങ്ങനെ ഒരു മിസ്സിങ്, അയ്യോ നമ്മൾ സ്വാതന്ത്ര്യ സമര സമയത്തുണ്ടായിരുന്നെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു കാലഘട്ടം അല്ലെങ്കിൽ ആ ഒരു ഇൻസിഡൻറ്റിൽ ഞാൻ ഉണ്ടായിരുന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു
എന്ന് പറയുന്ന എന്തെങ്കിലും ഇല്ല ഇല്ല ഇതുവരെ അങ്ങനെ ഈ കാലം നമ്മൾ എന്താണ് പ്രസൻറ്റ് അതിലേക്ക് നോക്കുക എന്നുള്ളതാണല്ലോ. പാസ്റ്റിനെ കുറിച്ച് നമ്മൾ അധികം ചിന്തിക്കേണ്ട, ഫ്യൂച്ചറിനെ കുറിച്ച് ഒരുപാട് ആകുലപ്പെടുകയും വേണ്ട. അതാണ് എൻ്റെ ഒരു പോളിസി. മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഭക്ഷ്യത്തിനാണോ അതോ വേറെ വല്ല ഡിപ്പാർട്ട്മെൻറ്റിലാണോ? ഞാൻ ചിന്തിക്കാത്ത കാര്യങ്ങൾ എന്തിനാണ് പറഞ്ഞത്? ചുമ്മാ ചിന്തിക്കാമല്ലോ, പറയാൻ പറ്റത്തില്ല. യെസ് എന്താ പറയുക, മൈൽസ് ടു ഗോ എങ്കിലും അടുത്ത് തന്നെയുണ്ട് കാര്യങ്ങൾ. ദിസ് ഈസ് ദ ഫൈൻ തിങ്. ഇപ്പോൾ ഉള്ള കാര്യം എങ്ങനെ ഭംഗിയാക്കുക, അതിനെക്കുറിച്ച് മാത്രം ഞാനതാ പറഞ്ഞത്. നാളെ എന്തിനെക്കുറിച്ച് ഞാൻ ആകുലപ്പെടാറില്ല. അത് വേദപുസ്തകത്തിലും പറഞ്ഞിട്ടുണ്ട്. ഫൈനൽ ക്വസ്റ്റ്യൻ, ആരോഗ്യ പരിപാലനത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഓട്ടം, ചാട്ടം? ഈ ഇത് കണ്ടിട്ടാണോ? അതെ. ഇത് പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. ഫുഡ്, ഡയറ്റിംഗ് അങ്ങനെ എന്തെങ്കിലും അല്ല? ആരോഗ്യ പരിപാലനത്തിന് രാവിലെ സ്പോർട്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ്? അതായത് ഞാൻ നടക്കാൻ പോവും, യോഗ ചെയ്യാറുണ്ട്, രണ്ടും ഞാൻ ചെയ്യാറുണ്ട് സമയം പോലെ. ചിലപ്പോൾ നടക്കും, യോഗ പ്രാക്ടീസ് ചെയ്യാറുണ്ട്, അത് രണ്ടും. പിന്നെ ശരീരം മെലിഞ്ഞിരിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ രഹസ്യം ഏറ്റവും നല്ലത് ക്ഷീണിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ അവർ പൊതുപ്രവർത്തകരാവുക. ഡയറ്റൊക്കെ നോക്കി പാടുപെടണ്ട, പൊതുപ്രവർത്തകനാവുന്നതാണ് ഏറ്റവും നല്ലത്. പെട്ടെന്ന് ക്ഷീണിക്കും എൻ്റെ അനുഭവത്തിൽ. എന്തായാലും അനൂപ് ജി, അനില ജി, വളരെ വളരെ സന്തോഷം.